ട്രാവൽ ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആങ്ങമൂഴി ഗൂട്രിക്കൽ റേഞ്ച് ഓഫീസിന് മുമ്പിലാണ്. ഒരു വേനൽക്കാല ഗവി യാത്രയ്ക്ക് ഒരുങ്ങിയാണ്. സാധാരണ മഴയത്തും മഞ്ഞത്തും ഒക്കെയാണ് ഗവിയിൽ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം വ്യത്യസ്തമായിട്ട് വേനലിൽ ഗവി എങ്ങനെയാണെന്ന് അറിയാനുള്ള യാത്ര കൂടിയാണ്. ഈ കാണുന്നതാണ് ഗവി കക്കി എക്കോ ടൂറിസത്തിന്റെ റൂട്ട് മാപ്പ്. നമ്മൾ കടന്നു പോകുന്ന ഓരോ ഇടങ്ങളെക്കുറിച്ച് ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര ദൂരമുണ്ട്, ഏതൊക്കെയാണ് പോയിന്റുകൾ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ ശകാരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഞങ്ങളെ ഫോൺ ചെയ്തായിരുന്നു ഉറപ്പായിട്ട് വരുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. പക്ഷെ ഞങ്ങൾ എടുത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ആബേൽ ഡോക്ടർ എക്സ്ക്യൂസ് ഒക്കെ പറയുന്നുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്തവർ വരുമോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അവരുടെ ആ കൃത്യതയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഷാവൽ ഡോക്ടർ പേരും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കണം, ഫോൺ നമ്പർ, സ്ഥലം എല്ലാം കൊടുക്കണം. വനശ്രീ ഉൽപ്പന്നങ്ങൾ കിട്ടും. ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മളെ കൊണ്ടത് വാങ്ങിപ്പിക്കാനുള്ള നല്ല ശ്രമത്തിലാണ് എല്ലാവരും. ഈ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഇവിടുത്തെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഇവിടെ ഏതൊക്കെ പ്രൊഡക്റ്റാണ് ഉള്ളത്? കാട്ടിലെ നല്ല ഐറ്റങ്ങൾ. അപ്പൊ ഇതൊക്കെ എവിടെ ഉണ്ടാക്കുന്നത്? കാട്ടിൽ നിന്ന് എടുത്ത് ഇവിടെ ആദിവാസികൾ കൊണ്ടുവരും. കൊണ്ടുവന്ന് ഇവിടെ അത് ശുദ്ധീകരിച്ച് തേനൊക്കെ ശുദ്ധീകരിച്ച് കുപ്പിയിലാക്കി ഇങ്ങനെ എടുക്കുന്നത്. പിന്നെ തിരിക്കും അവരെ ഉണക്കി ഇവിടെ കൊണ്ടുവരും. പിന്നെ ചാക്ക് കണക്കിന് കൊണ്ടുവന്നിട്ട് ഇവിടെ കുറച്ച് തൂക്കി പായ്ക്കും ചെയ്യും. കുന്തിരിക്ക 75 രൂപ, 100 ഗ്രാമിനോ 250 ഗ്രാം. ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. ഒരു കുന്തിരിക്കൻ തന്നോ. പിന്നെ കേരള സാൻഡൽ സോപ്പ് തരൂ. അത് കാടുമായിട്ട് യാതൊരു ബന്ധമില്ല ഉണ്ണിയപ്പത്തിന്. ഗൂഗിൾ പേ ഉണ്ടോ? ഒരാൾക്ക് 50 രൂപ അല്ലേ? 2 പേർക്ക് 160 രൂപ. ഉണ്ണിയപ്പം ദിവസവും വിൽക്കാറുണ്ടോ? എത്ര പാക്കറ്റൊക്കെ പോവും? കൊണ്ടു. പേരെന്താ ചേച്ചിയുടെ? ദിവ്യ. ഓക്കെ. ഇവിടെ തന്നെ എന്നാ വീട്? ഒരു പാക്കറ്റിന് എത്ര? 50 രൂപ. ഓക്കെ. ദിവ്യ ഒരു തെറാപ്പിസ്റ്റ് കൂടിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ദിവ്യയുടെ അടുത്ത് നിന്ന് 2 ഉണ്ണിയപ്പ പാക്കറ്റ് മേടിച്ച് ഞങ്ങൾ ഇറങ്ങി. ഈ കാണുന്ന റോഡ് ശബരിമലയ്ക്കൊക്കെ പോകാവുന്ന റോഡാണ്. എന്ത് വെയിലാണെന്നറിയാം. മരങ്ങൾ ഇത്ര കൊണ്ടിട്ടും കുത്തി കയറുന്ന വെയിലാണ്. ആ കാണുന്നതാണ് വനസംരക്ഷണ സമിതിയുടെ ഓഫീസ്. ഞങ്ങൾ അവിടെ നിന്ന് ആങ്ങമൂഴിക്ക് തിരിക്കുകയാണ്. ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോയില്ലെങ്കിൽ അങ്ങ് വള്ളക്കടവിൽ ചെന്നാലേ എന്തെങ്കിലും കഴിക്കാൻ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഇച്ചിരി കട്ടിയായിട്ട് നമ്മൾ കഴിച്ചിട്ട് പോകാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ സോൾട്ട് ആൻഡ് പെപ്പർ ഹോട്ടലിലേക്ക് കയറുന്നത്. ആങ്ങമൂഴിയിലെ ഒരു നല്ല ഹോട്ടലാണ് സോൾട്ട് ആൻഡ് പെപ്പർ. ഇടയ്ക്ക് കഴിക്കാനുള്ള സ്നാക്സും കുറച്ച് വെള്ളമൊക്കെ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങി. കൂടെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ബേക്കറി ഐറ്റംസ് ഒക്കെ നന്നായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ കളർഫുള്ളായിട്ടാണ് നമുക്കത് തോന്നുന്നത്. പരിപ്പോട ഇന്നത്തെ അല്ലേ? ആയിക്കോട്ടെ. എൻ്റെ പേരെന്തോ? എൻ്റെ പേര് മണി. മണി. ഓക്കെ. എത്ര നാളായി കട തുടങ്ങിയിട്ട്? എൻ്റെ മോൻ്റെയാ. ഞാൻ 3-4 കൊല്ലം വർഷമായി. വാടകയ്ക്കാ. ഒരു 2 ഏത്തക്കാപ്പോട് വെച്ചോ. സോൾട്ട് ആൻഡ് പെപ്പർ ഹോട്ടലിൽ ഞങ്ങൾ ഇറങ്ങി നേരെ ആങ്ങമൂഴിക്ക് പോവുകയാണ്. അവിടുന്ന് ചെക്ക് പോസ്റ്റിലേക്ക് പോകണം. ഇതാണ് ആങ്ങമൂഴി പാലം. ഇവിടുന്ന് വലത്തോട്ട് പോയാൽ കോന്നി, ചിറ്റാർ, പത്തനംതിട്ടയൊക്കെ പോകാൻ പറ്റും. ഇടത്തോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഗവിയിലേക്ക് പോകുന്നത്. ഇവിടുന്ന് കുമളിക്ക് 100 കിലോമീറ്ററാണ്. ഇതാണ് ആങ്ങമൂഴി കവല. നമ്മൾ നേരെ കൊച്ചാണ്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മുടെ രേഖകളൊക്കെ കാണിച്ചിട്ട് മാത്രമേ അകത്തേക്ക് വിടത്തുള്ളൂ. ചെക്ക് പോസ്റ്റിൻ്റെ ഗേറ്റിൻ്റെ പിറകിലായിട്ട് ഞങ്ങൾ വാഹനം നിർത്തി. നേരെ കാണുന്നത് കുറച്ച് ബോർഡുകളാണ്. അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും പറയുന്നത് വന്യമൃഗങ്ങൾ ധാരാളമായി റോഡിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ വളരെ സൂക്ഷിച്ചു പോകണം, ഇടയ്ക്ക് വഴിയിൽ ഇറങ്ങരുത്, തീപ്പെട്ടി ഉപയോഗിക്കരുത്, പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയരുത്, അങ്ങനെയൊക്കെയുള്ള നല്ല നിർദ്ദേശങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിലേക്ക് പോകാം. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കൊച്ചാണ്ടി
കൊച്ചാണ്ടിയാണ് ഈ സ്ഥലം. ഡിവിഷൻ റാന്നി, റേഞ്ച് കൂട്ടിരിക്കൽ, സ്റ്റേഷൻ കൊച്ചു കോയിക്കൽ. ഇവിടെ വന്നെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷമേ, എൻട്രി ഇട്ടതിന് ശേഷമേ അകത്തേക്ക് വിടത്തുള്ളൂ. ഇതാണ് ഓഫീസ്. ഇപ്പോൾ ഒന്ന് എൻട്രി ഇടും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൻ്റെ അവിടെ ആനയുടെയൊക്കെ പടം വെച്ചിട്ടുണ്ട്. കാട് കാക്കുന്ന കരിവീരന്മാർ. ഇന്നത്തെ യാത്ര ഈ വാഹനത്തിലാണ്. KL11BC 6060 ഫോക്സ് വാഗണിൽ. ഇത് റൈറ്റ് സൈഡിൽ ഒരു ആറ് ഒഴുകുന്നുണ്ട്, കക്കാട്ടാറ്. നല്ല വെള്ളമൊന്നും ഇപ്പോൾ അധികമില്ല, കുറച്ചൊക്കെ വറ്റി കിടക്കുക. ചെക്ക് പോസ്റ്റും കടന്ന് ഗവിയിലേക്കുള്ള യാത്ര തുടങ്ങി. കാട് വെയിലേറ്റ് മഞ്ഞിച്ച് നിൽക്കുകയാണ്. മഴയും മഞ്ഞൊക്കെ ആയിരുന്നെങ്കിൽ നല്ല കട്ട പച്ചയായിട്ട് തന്നെ. ഈ ഭാഗത്തൊരു കല്ലുണ്ട്. ആ കല്ലിനെ വിളിക്കുന്നത് കിളിയെറിഞ്ഞാൻ കല്ലെന്നാണ്. പാലമൊക്കെ ചെമ്പിച്ച് നിൽക്കുകയാണ്. നല്ല പച്ചിച്ച് പായൽ പിടിച്ച് നിന്ന പാലത്തിൻ്റെ കൈവരികളാണ് ഇതൊക്കെ. തോട്ടിലൊക്കെ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. കക്കാട്ടാറിലൊക്കെ വളരെ കുറവാണ് വെള്ളം. കൂട്ടമായിട്ട് മരങ്ങൾ നിൽക്കാത്ത ഇടങ്ങളിലെ പുല്ലും പൂക്കളും എല്ലാം ഉണങ്ങി കരിഞ്ഞു കഴിഞ്ഞു. ഇതാണ് വേനലിലെ ഒരു കാടിൻ്റെ അവസ്ഥ. കണ്ടില്ലേ? ഇതിനകത്തൊന്നും ഒട്ടും വെള്ളമില്ല. വളരെ ബുദ്ധിമുട്ടിയാണ് ഇത്രയൊക്കെ വെള്ളം കിട്ടുക ആ മൃഗങ്ങൾക്കൊക്കെ. ഞങ്ങൾ നേരെ യാത്ര തുടർന്നു. ഞങ്ങളുടെ മുമ്പിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ് ഉണ്ട്. 2-3 ബസ്സുകൾ ഇങ്ങനെ കുമിളിക്ക് പോകുന്നുണ്ട് ഇതുവഴി. ആ കാണുന്നതാണ് പഴയൊരു പമ്പ് ഹൗസിൻ്റെ ബാക്കി പത്രം. ഇവിടെ ആളിറങ്ങുന്നുണ്ട്, കയറുന്നുണ്ട്. ആഹാ, ഇവിടെ ഒരു ടാർപ്പയിൽ കുറച്ച് മനുഷ്യരിക്കുന്നു. ഒരു പുരുഷനും ഒരു സ്ത്രീയും 5-6 മക്കളും ഉണ്ട്. അവർ ഇങ്ങനെ ചൂടെടുത്തിട്ട് വീശുകയാണ്. ബസ് പതുക്കെ അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു. ഞങ്ങളവിടെ വണ്ടി നിർത്തി. അവരോടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. കാട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാമല്ലോ. അയാൾ മുകളിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചു. അതാണ് അവരുടെ വീട്. ജോലി എന്ത് ചെയ്യും? ഒരു ജോലിയും ചെയ്യത്തില്ല, പിന്നെ എങ്ങനെ ജീവിക്കും? ജോലിയില്ല. ആ ഹാ ഹാ. കുഞ്ഞിൻ്റെ പേരെന്തുവാ? വഴക്ക് പറയണ്ട. തേനൊക്കെ എടുക്കാൻ പോവാ. എന്നിട്ട് ആ ഓരോ സീസണൊക്കെ മാത്രമേ ഉള്ളൂ എടുക്കാൻ പറ്റുള്ളൂ. അതിന് ഓരോ വർഷമുണ്ട്. എന്തോ ഓരോ വർഷത്തിലൊരിക്കൽ. ആ ഹാ ഹാ ഹാ. അങ്ങനെ നമുക്ക് തേൻ എടുക്കാൻ പറ്റും. പേരെന്തുവാ? എൻ്റെ പേര് സൈലേഷ്. പെണ്ണുപിള്ളയുടെ പേര് സൈലേഷ്. നേരത്തെ മുതൽ ഇവിടെ തന്നെയാണോ താമസം? ഞങ്ങളിവിടെ എല്ലാവരും യഥാർത്ഥം 40-ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് മാറിയതായിട്ടുണ്ട്. ഇപ്പം മുന്നോട്ട് ഈ വെള്ളമടിയും പ്രശ്നം കാരണം കൊണ്ട് ഒരുപാട് തിരിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ താഴെ മാറിയിട്ടുണ്ട്. അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ആ ശരി. ആ ഇതെന്താ തലയിലൊക്കെ വെച്ചോണ്ടിരിക്കുന്നത്? ഉണ്ണിയപ്പം കിട്ടിയതിൻ്റെ വലിയ സന്തോഷത്തിലാണ് കുഞ്ഞ്. അവളിങ്ങനെ അതുകൊണ്ട് ചുറ്റിക്കറങ്ങുകയാണ്. ഞങ്ങൾ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? ഈ കാടിൻ്റെ നടുക്ക് മൃഗങ്ങളുടെ ഇടയിൽ ഇത്രയും കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ അവരെങ്ങനെയാണ് താമസിക്കുന്നത് സ്വസ്ഥമായിട്ട്? നമുക്ക് തന്നെ കാണുമ്പോൾ ഭയം തോന്നും. ഇവിടെ താമസിക്കാൻ പേടിയൊന്നുമില്ല കാട്ടില്? നമ്മളെ കാട്ടിലാണ് ജനിച്ചു വളർന്നത്. പിന്നെ കാട്ടിൽ താമസിക്കാൻ എന്താ പേടി? കുഞ്ഞുങ്ങൾക്കോ? കുഞ്ഞുങ്ങളിൽ തന്നെ ഇവിടെ തന്നെ. ഒരു സ്കൂളിലൊക്കെ പോകുന്നുണ്ടോ? പിള്ളേരെല്ലാം സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന. ഇപ്പൊ സ്കൂൾ വണ്ടിയൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. അപ്പൊ അവര് പിള്ളേർ ഇവിടെ 40 പഠിക്കുന്നു. ഇപ്പൊ ഒരാഴ്ച കൊണ്ട് പനിയായതുകൊണ്ട് പോകുന്നില്ല. മൃഗങ്ങളെയൊക്കെ കാണാറുണ്ടോ ഇവിടെ? മൃഗങ്ങളെന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ മെയിനായിട്ട്. പന്നിയും ആനയൊക്കെ ഉള്ളൂ. കടുവ എല്ലാം കണ്ടിട്ടുണ്ടോ? ഇല്ല. കടുവ എല്ലാം ഈ വനത്തിലുണ്ട്. കടുവ, സിംഹം, കരടി, പുലി, അങ്ങനെ പല സാധനങ്ങളുണ്ട്. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണാൻ വല്ല ചാൻസ് ഉണ്ടോ? നിങ്ങളിപ്പോൾ എവിടെ തേക്കടിക്കാണ്? ആ തേക്കടിയാണ്. തെക്കാനത്തുണ്ട്. ഉണ്ടോ? കൃഷിയായിട്ട് പറയാൻ പറ്റത്തില്ല, ചൂട് കാരണം കൊണ്ട്. ആ ആ, അതുകൊണ്ട്. അല്ലെങ്കിൽ മേട്ടിലൊക്കെ രാവിലെ ഒക്കെ ആണെങ്കിൽ കാണാൻ പറ്റും. ശരി. നിങ്ങൾ എത്ര വീടുണ്ട് ഇവിടെ? ഞങ്ങളിപ്പോൾ ഒരു കുടുംബക്കാരെയുള്ളൂ. കാട്ടിലവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായിരിക്കും. പക്ഷെ അവർക്ക് കാടിനെ വിട്ടിട്ട് നാട്ടിലേക്ക് ഇറങ്ങിപ്പോരാൻ അവർക്ക് മനസ്സനുവദിക്കുന്നില്ലെന്നാണ് വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്.
കാറിന് വെളിയിൽ ഇറങ്ങാൻ അനുവാദമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വാഹനത്തിൽ തന്നെ ഇരുന്നതേ ഉള്ളൂ. അങ്ങ് അകലെ അവിടെ പെൻസ്റ്റോക്ക് പൈപ്പ് കാണാൻ പറ്റും. ഡാമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടുന്ന് വെള്ളം വഹിച്ചു കൊണ്ടുപോകുന്ന വലിയ പൈപ്പുകളാണത്. ഗവി വരെയുള്ള യാത്ര ഈ ഒറ്റ വീഡിയോയിൽ തീരുന്നതല്ല, പല ഭാഗങ്ങളായിട്ടാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടോ, വെയിൽ വീണ് കിടക്കുന്ന കാടാണിത്. ഇലകളിലൊക്കെ പൊള്ളിയാണ് വെയിൽ വീണ് കിടക്കുന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് 14 കിലോമീറ്റർ പിന്നിട്ട് നമ്മൾ മൂഴിയാർ ഡാമിൻ്റെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ച് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇത് നിരോധിത മേഖലയാണ്. നമുക്കങ്ങനെ ഡാമിൻ്റെ ഫോട്ടോയോ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ അനുവാദമില്ല യഥാർത്ഥത്തിൽ. ഇത് നമുക്ക് ഇവിടുന്ന് ഒരു ദൃശ്യമാണ്. ഇതാണ് മൂഴിയാർ ഡാമിൻ്റെ മുകൾ വശം. ഓരോ ഡാമിൻ്റെ ഭാഗം വരുമ്പോഴും നമുക്ക് ചെക്കിംഗ് ഉണ്ട്. പോലീസ് ഓഫീസർ ബുക്കുമായിട്ട് വന്നിട്ട് നമ്മുടെ പേരും ഫോൺ നമ്പരും ഒക്കെ നോക്കും. പിന്നെ നമ്മുടെ ഇരിക്കുന്ന പാസ് അവർ ചെക്ക് ചെയ്യും. ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നതെന്നൊക്കെ നോക്കും. വളരെ ലളിതമായിട്ടാണ് നമ്മളോടുള്ളവരുടെ ഇടപെടലുകൾ. നിയമങ്ങൾ തെറ്റിക്കേണ്ടാത്തതുകൊണ്ട് നമ്മൾ അവിടുത്തെ ഫോട്ടോയൊന്നും എടുത്തില്ല. നമ്മൾ ഡാമിൻ്റെ മുകളിൽ നിന്ന്, മൂഴിയാർ ഡാമിൻ്റെ മുകളിൽ നിന്ന് അടുത്ത വഴിയിലേക്ക് ഇറങ്ങി. ഇവിടെ വലതുഭാഗത്താണ് ഡാമിൻ്റെ റിസർവോയർ. പച്ചിച്ചും ആകാശത്തിൻ്റെ നിഴലുമായിട്ട് കിടക്കുന്ന റിസർവോയർ. ഈ വെള്ളത്തിനെ വലിച്ചെടുത്താണ് ഇവിടെ നിൽക്കുന്ന ചെടികളും മരങ്ങളും ഒക്കെ ഇത്രയും പച്ചയായിട്ട് നിൽക്കുന്നത്. വെള്ളം ശേഖരിച്ച് ഇരയിൽ എത്തിച്ചിട്ട് വെയിലിൻ്റെ പൊള്ളലുകളെ അവർ അതിജീവിക്കുകയാണ്. മാർച്ച് കണ്ടോ, വെൽക്കം ടു ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മളെ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗത്തേക്ക് അവർ ക്ഷണിക്കുകയാണ്. ആങ്ങമൊഴിയിൽ നിന്ന് വാങ്ങിച്ച പരിപ്പോട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റയ്ക്ക്. ഈ മനുഷ്യന് കാടും കാട്ടിലെ യാത്രകളും ഭയങ്കര ത്രില്ലാണ്. ഒരു ദിവസം കിട്ടിയ ഏതെങ്കിലും കാട്ടിലേക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകും. അതുപോലെ കാട്ടിലൂടെയുള്ള ഡ്രൈവിങ്ങും സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. നേരെ ശ്രദ്ധിച്ചാൽ ഓടിക്കുന്നെങ്കിലും പക്ഷേ ഒരു മൂന്നാം കണ്ണ് ഈ മൃഗങ്ങളെയൊക്കെ തേടിക്കൊണ്ടിരിക്കുക. വല്ല മാനോ ആനയോ അതുപോലെ മറ്റേ കാട്ടുകോഴികളോ എന്തെങ്കിലും എവിടെയെങ്കിലും നിന്നാൽ മതി. അപ്പോഴും ആ ഓടിക്കുന്നിടയ്ക്ക് കണ്ണുകൊണ്ട് അതിനെ പിടിച്ചെടുക്കും. നമ്മളൊരു കൊടും വളവ് തിരിഞ്ഞാൽ ശബരിഗിരി പ്രൊജക്റ്റിൻ്റെ ഭാഗത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലത്തുഭാഗത്താണ് ആ സബ്സ്റ്റേഷൻ, മൂഴിയാർ സബ്സ്റ്റേഷൻ ഉള്ളത്. തുടർന്നുള്ള യാത്ര അടുത്ത വീഡിയോയിൽ കാണിക്കാം. കൂട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കണം. നിങ്ങളെല്ലാവരും കാണണം. അപ്പോൾ ഇനി സന്ദീപെ വരെ വണക്കം. ബെസ്റ്റ് വിഷസ്.